ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അഫ്ഗാനി ചിക്കനാണ്. ഇന്ന് ഇന്ത്യനൊന്നും അല്ല, നേരെ അഫ്ഗാനിലേക്ക് വെച്ച് പിടിച്ച്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ വീട്ടിലെ ക്രിറ്റിക്സിൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് കേട്ടോ കേട്ടോ. ലൈക്ക് ഇറ്റ് ബോധച്ച. അപ്പോൾ ഇത് എനിക്കിനി എന്നും ഉണ്ടാക്കാനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റും. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് അതിനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ പെപ്പറും സോൾട്ടും ഇട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാരിനേറ്റ് ആവുന്ന ആ നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാലകളൊക്കെ റെഡിയാക്കാം. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു വലിയ സൈസ് സവാള കട്ട് ചെയ്തിടുക. അതിനകത്ത് ഒരു 1/2 ഇഞ്ചിൻ്റെ ജിഞ്ചർ, ഗാർലിക്, വെളുത്തുള്ളി ഒരു 2-3 വെളുത്തുള്ളി, പിന്നെ കാഷ്യൂ നട്ട്സ് ഒരു 8 to 9 ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് സോട്ടേ ചെയ്തിട്ട് ഇതേ സ്റ്റേജിൽ തന്നെ നമ്മൾ പൗഡർഡ് മസാലയും കൂടി ഇടും. അതിനകത്ത് നമുക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് സോട്ടേ ചെയ്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അന്നേരത്തേക്ക് നമ്മുടെ കാഷ്യൂനട്ടും അണ്ടിപ്പരിപ്പും നമ്മുടെ എന്താ പറയുക സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ ഈ സ്റ്റേജിൽ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ തണുപ്പിക്കാൻ വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനെ ബ്ലെൻഡറിനകത്തേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് മല്ലിയില, ഞാൻ ഒരു ബഞ്ച് മല്ലിയില ഇവിടെ എടുക്കുന്നുണ്ട്. ഒരു ബഞ്ച് മല്ലിയില എടുത്തിട്ട് ഒരു 10 to 15 മിൻറ്റ് ലീവ്സും കൂടെ എടുക്കുന്നുണ്ട്, നമ്മുടെ പുതിനയുടെ ഇല. പിന്നെ പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് എത്ര സ്പൈസ് വേണോ അതനുസരിച്ച് എടുത്തിട്ട് നല്ലപോലെ ഒരു ഫൈൻ പേസ്റ്റ് ആക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു പേസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ ഒരു 3 ടീസ്പൂൺ നമുക്ക് തൈരും 1 ടീസ്പൂൺ ഫ്രഷ് ക്രീമും വേണം. ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യണം. 3:1 റേഷ്യോ ആണ്. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അഫ്ഗാനി ചിക്കൻ്റെ മെയിൻ മസാല ഇങ്ങനത്തേതാണ്. ഫ്രഷ് ക്രീമും തൈരും പിന്നെ ഈ ഗ്രീൻ പേസ്റ്റും കൂടെ ചേർന്നതാണ് നമ്മുടെ അഫ്ഗാനി ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അങ്ങോട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പം അനിയൻസ് സോട്ടേ ചെയ്ത് അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കണം. ഇതിനകത്തൊക്കെ നമ്മൾ എണ്ണ കുറച്ച് കൂടുതലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇതിന് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോക്കനട്ട് ഓയിലിനകത്ത് ആ ടേസ്റ്റ് വരത്തില്ല കേട്ടോ. ചിക്കൻ അങ്ങോട്ട് കുക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഹോൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണേ. അന്നേരത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു വൈറ്റ് കളറാവും. അപ്പോൾ ചിക്കൻ നല്ലപോലെ വൈറ്റ് കളർ ആയി കഴിയുമ്പം നമുക്ക് ഈ ഗ്രീൻ പേസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ അത് നല്ല തിക്കായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അടച്ച് വെച്ച് തന്നെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ തെറിച്ചിട്ട് ആ ഗ്യാസ് മൊത്തം നാശമാകും, നമ്മുടെ ദേഹത്തൊക്കെ തെറിച്ച് വീഴുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് എത്ര വേണം അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ആ മിക്സറിനകത്ത് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിനകത്ത് കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി, എത്ര തിക്ക് അല്ലെങ്കിൽ എത്ര തിന്ന് വേണം അതനുസരിച്ച് വെള്ളം ഇട്ട് കൊടുത്തോ. അതിനെ കവർ ചെയ്ത് അവിടെ കുക്ക് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഒരു സൈഡിൽ നമുക്ക് കുറച്ച് കസൂരി മേത്തി എടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലേ അതിനൊരു നല്ല ഫ്ലേവറും നല്ല മണമാണ്. അപ്പോൾ ഇവിടെ ഒരു 50% നമ്മുടെ ചിക്കൻ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടച്ച് വെച്ച് അതിനെ കുക്ക് ചെയ്യാം. അന്നേരത്തേക്ക് നല്ല സ്മെല്ലും വരും, നല്ല ടേസ്റ്റും ആക്കാം. കസൂരി മേത്തിയുടെയൊക്കെ ടേസ്റ്റ് ആ ഗ്രേവിക്കകത്തേക്ക് നല്ലപോലെ മിക്സ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തൊന്ന് പറയണത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഫോളോ, ഷെയറും കമൻറ്റൊക്കെ തരണം. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്.